കടൽ പോലെ നിറയുന്ന സംഗീതം, സർവ്വതിനെയും തുല്യമാക്കുന്ന സ്വരബിന്ദു. കാലം തിരുവാഭരണം ചാർത്തിയ ഇതിഹാസ ഗീതങ്ങളിലൂടെ ആസ്വാദക മനസ്സുകളെ ഭക്തിയുടെ ലഹരിയിൽ ആറാടിച്ച അതുല്യ പ്രതിഭ കലാരത്നം ജയൻ. സംഗീത കുലപതി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ശ്രീ കലാരത്നം ജയനോടൊപ്പം അല്പനേരം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അങ്ങയുടെ സംഗീത ജീവിതത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ ജനിച്ചത് നട്ടാശ്ശേരി എന്ന കരയിലാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ജനനം 5 മിനിറ്റ് വ്യത്യാസത്തിലായിരുന്നു. ഇരട്ട പെറ്റ 2 സഹോദരന്മാർ. അപ്പോൾ ഇരട്ട പെറ്റ സഹോദരന്മാർ പിറന്നതുകൊണ്ട് അച്ഛനും മറ്റുമൊക്കെ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ കുട്ടികളെ നമുക്ക് ഇച്ചിരി പാട്ട് പഠിപ്പിച്ച് കളയാം. എന്താ അപ്പോൾ പാട്ടൊന്ന് ആരെ കൊണ്ട് പഠിപ്പിക്കും? അങ്ങനെ അവിടെ ഒരു രാമൻ ഭാഗവതരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പഠിപ്പിക്കാമെന്നുള്ള ഒരു രീതിയിൽ അച്ഛനും അമ്മയും നീങ്ങി അദ്ദേഹത്തെ കൊണ്ടുവന്നു. ഗുരുദക്ഷിണയൊക്കെ വെച്ച് പാഠം തുടങ്ങി. അത് 6 വയസ്സിലാണ് എൻ്റെ ഓർമ്മ. എവിടെയായിരുന്നു അരങ്ങേറ്റം? ഞങ്ങളൊരു 10 വയസ്സ് വരെ പഠിച്ചെന്ന് തോന്നുന്നു. 10 വയസ്സ് വരെ. അപ്പോൾ ഒരുപാട് കീർത്തനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു ചെറിയ അരങ്ങേറ്റ കച്ചേരി ഞങ്ങളുടെ ഒരു കുലദൈവമായിട്ടുള്ള കുമാരനെല്ലൂർ ഭഗവതി, അവിടുത്തെ ഉത്സവത്തിന് ഞങ്ങളുടെ കച്ചേരി വെക്കാമെന്നുള്ള ഒരു തീരുമാനം. അങ്ങനെ അവിടുത്തെ തുപ്പൻ നമ്പൂരി എന്ന് പറയുന്ന ആ ഊരാൺമ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് അച്ഛൻ പോയി കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ എൻ്റെ കുട്ടികൾ ഇങ്ങനെ സംഗീതം പഠിച്ചിട്ടുണ്ട്, അവരൊക്കെ ഒരു അരങ്ങേറ്റം ഇവിടെ വെച്ച് നടത്തണമെന്നുണ്ട്, അതുകൊണ്ട് അങ്ങ് അതിനനുവദിക്കണം, ഏതെങ്കിലും ഒരു നല്ല ദിവസത്തിൽ അരങ്ങേറണം. അപ്പോൾ അദ്ദേഹത്തിന് അത് വലിയ സന്തോഷമായി. ഞങ്ങളിങ്ങനെ ഇരട്ട കുട്ടികളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നമുക്ക് ചെയ്യാതെ. അപ്പോൾ ഞങ്ങളുടെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രമാണ് ഞങ്ങൾ ജനിച്ചിരിക്കുന്നത്. അവിടുത്തെ പള്ളിവേട്ട എന്ന് പറയുന്നത് ഭരണി നക്ഷത്രത്തിലാണ്. അവിടെ കാർത്തികയാണ്. കാർത്തിക നാളിലാണ് ആറാട്ട് കഴിയുന്നത്. ദേവി കാർത്തികാനിയാണ്. അപ്പം കാർത്തിക അതിൻ്റെ തലേ ദിവസം ഭരണിയാണല്ലോ. അങ്ങനെ ഭരണി ഇവിടെ അന്ന് തന്നെ അവർ ഞങ്ങളുടെ കച്ചേരി അവിടെ ഒരു ഇനാഗുറേഷൻ കച്ചേരി അവിടെ വെക്കാൻ സമ്മതിച്ചു. ആലത്തൂർ പ്രദേശിൻ്റെ അടുത്ത് പോയി സംഗീതം പഠിച്ചിരുന്നല്ലോ, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞങ്ങൾക്ക് ചേർത്തല ഭാഗത്ത് മ്യൂസിക് ടീച്ചേഴ്സായിട്ട് ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്കാണ് മഹാരാജാവിനെ കാണാനായിട്ടുള്ള ഒരു സൗകര്യം അച്ഛൻ മുഖാന്തരം ഉണ്ടായി. അച്ഛൻ അന്ന് മുനിസിപ്പൽ ജഡ്ജിയായിരുന്നു. നമ്മുടെ കോട്ടയത്തൊരു കനകക്കുന്നോട്ട പോലെ ഒരു വീടുണ്ട് അവർക്ക്. അവിടെ വെച്ചായിരുന്നു ആദ്യത്തെ ഒരിത്. അപ്പോൾ അവിടെ വെച്ച് വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും പാടാനായിട്ട് കുട്ടികൾ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്, ആ പാടാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളോട് ഇരിക്കാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ക്ഷീരസാഗര പഠിച്ചിട്ടുണ്ടോ? ക്ഷീരസാഗര പഠിച്ചിട്ടുണ്ട്. ക്ഷീരസാഗര രണ്ടുപേരും പാടി, നല്ല ഭംഗിയായിട്ട് പാടി. അപ്പോൾ അദ്ദേഹം ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾ അക്കാഡമിയിലെ പ്രൊഫസറാകാം, പ്രൊഫസർമാരായിട്ട് നിയമിക്കുക, ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് സംഗീതം പഠിക്കണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഇരിക്കുകയാണ്. ഉദ്യോഗമൊക്കെ ആയിട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കത്തില്ല. പിന്നെ ആ ജീവിതം മുഴുവൻ ആ അക്കാഡമിയിൽ തന്നെ തീരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറേ കൂടെ പഠിച്ചിട്ട് ഞങ്ങൾ വരാമെന്ന് വിചാരിക്കും. എന്നാൽ കൊള്ളാം, അത് നല്ല തീരുമാനമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യണം, പഠിക്കുന്നത് ആലത്തൂർ ബ്രദേഴ്സിൻ്റെ അടുത്ത് പോയി, തൃശ്ശാമ്പലിലാണ് അവർ താമസിക്കുന്നത്, അവിടെ പോയി പഠിക്കണം. അവരിവിടെ നവരാത്രിക്ക് പാടുന്ന വലിയ വിദ്വാന്മാരാണ്.
അങ്ങനെ പുള്ളിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ച് അപ്പം തന്നെ 5000 രൂപ ചെക്ക് എഴുതി കൈ തന്നു. ഈ ചെക്ക് മാറിയിട്ട് ഇതും കൊണ്ട് പോയി അവിടെ എല്ലാ സൗകര്യവും ചെയ്തു കുട്ടികളെ അവിടെ പഠിപ്പിക്കുക. അവർ പഠിച്ചില്ല, വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അക്കാഡമിയിൽ നമുക്ക് ജോലി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി അച്ഛൻ പോയി അവരെ കണ്ടു, വളരെ കാര്യമായിട്ട് അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ബാലമുരളി കൃഷ്ണയുമായി അടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? നേരത്തെ ബാലമുരളി കൃഷ്ണനെ നമ്മൾ വൈക്കം ക്ഷേത്രത്തിൽ വെച്ച് പരിചയപ്പെട്ടു. അദ്ദേഹം അവിടെ കച്ചേരിക്ക് വന്നിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേ ബാലമുരളി കൃഷ്ണ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ റോയിൽ ഞങ്ങളിരിപ്പുണ്ട് രണ്ടുപേരും. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാലമുരളി കൃഷ്ണ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു കൗതുകം. അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മഴ പെയ്തത്. അതൊരു വലിയ ഉപകാരമായി. അപ്പം ഈ സ്റ്റേജിൻ്റെ അവിടെ മാത്രം നനയത്, അവിടെ കൊട്ട പോലെ ഇട്ടിരിക്കുക ഇങ്ങനെ. അപ്പോൾ ഞങ്ങളും ആ സമയത്ത് നനയുമല്ലോ, ഞങ്ങൾ ചാടി ആ സ്റ്റേജിലോട്ട് കയറി. അപ്പോൾ അദ്ദേഹം കച്ചേരി നിർത്തി. എന്ന് വെച്ചാൽ പിന്നെ ആരും ഒന്നും കേൾക്കത്തില്ല. ലക്ഷക്കണക്കിന് ആളവിടെ കൂടിയിട്ടുണ്ട്. അത് വിരിപന്തിൽ കുറച്ചേ ഉള്ളൂ, വിരിപന്തിൽ അതെല്ലാം നനയും. പിന്നെ അദ്ദേഹം പതുക്കെ ഞങ്ങളോട് കുശലമൊക്കെ ചോദിച്ചു, എവിടെയാണ് വീടെന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അറിയാവുന്ന തമിഴിലാണ് ചോദിച്ചത്. അന്ന് തമിഴ് പിന്നെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. അങ്ങനെ പറഞ്ഞു കോട്ടയത്താണ്, അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തിയ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരാണ്. കൃഷ്ണൻകുട്ടി നായർ പറഞ്ഞു, ഇവിടുത്തെ കച്ചേരിക്കെല്ലാം ഞാൻ ഇവരോട് വായിക്കുന്നുണ്ട്, ഇവിടുത്തെ വലിയ പാട്ടുകാരാണ്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വളരെ ഖുഷിപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എപ്പോഴെങ്കിലും സംഗീതം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആന്ധ്രയിൽ വരണം, എൻ്റെ അടുത്ത് ഞാൻ പഠിപ്പിക്കാം എന്ന് ഇങ്ങോട്ട് പറയുകയാണ്. ഇത് ഭയങ്കര അനുഗ്രഹം. കാരണം വെച്ചാൽ അങ്ങനെ ഒരു വിദ്വാൻ നമ്മളോട് നേരിട്ട് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ചെല്ലുകയല്ലേ, എന്നെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുകയല്ലേ. ഇതങ്ങനെയല്ല, ഞാൻ പഠിപ്പിക്കാം, നിങ്ങൾ വിജയവാഡയ്ക്ക് വരണമെന്ന് പറഞ്ഞു. മദ്രാസിലെ താമസത്തിൻ്റെ ഇടയ്ക്കാണല്ലോ നിരവധി മ്യൂസിക് കമ്പനികളുമായി അവസരങ്ങൾ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് മദ്രാസിലെത്തി. ഞങ്ങൾക്കൊരു പ്രത്യേക റൂമെല്ലാം അറേഞ്ച് ചെയ്ത് 3ാമത്തെ നിലയിൽ അവിടെ ഞങ്ങളെ കുടിയിരുത്തി. അദ്ദേഹം കച്ചേരിക്ക് പോകുമ്പോൾ ചിലപ്പോൾ അടുത്തുള്ള സ്ഥലത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോകും കൂടെ പഠിക്കാനൊക്കെ. ദൂരെ ഹൈദരാബാദും ഡൽഹിയിലും ഒക്കെ പോകാം, അന്നേരം പോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാപ്പ് സമയങ്ങളിൽ ഞങ്ങൾ HME കൊളംബിയ, പിന്നെ പ്രൊഡ്യൂസേഴ്സ്, ഇവരെല്ലാം കാണാനായിട്ട് പോകുമായിരുന്നു. ഒരിക്കൽ HME പോയപ്പോഴത്തേന് HMEക്കാർ ഞങ്ങളുടെ പാട്ടെല്ലാം കേട്ട്, അപ്പോൾ തങ്കയ്യ എന്നൊരാളുണ്ടായിരുന്നു, അയാളായിരുന്നു ജനറൽ മാനേജർ. ഈ തങ്കയ്യ നല്ല സംഗീതജ്ഞാനമുള്ള ആളാണ്. അപ്പോൾ അയാൾ ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ടത് അയാൾക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഉടനെ ഞങ്ങളെ കൊണ്ട് എഗ്രിമെൻ്റ് ചെയ്യും 5 വർഷത്തേക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് പറ, അത് തുടങ്ങാം നമുക്ക്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അയ്യപ്പ ഭക്തി ഗാനങ്ങൾ എന്ന് പറയുന്നു. അതെങ്ങനെയോ തോന്നിയതാണ്. വാസ്തവത്തിൽ അയ്യപ്പ ഭക്തി ഗാനങ്ങൾ അല്ല, അയ്യപ്പനോടൊന്നും നമുക്ക് ഭയങ്കര ഭക്തിയോ അങ്ങനെ ഒന്നും ഇല്ലാത്ത കാലമാണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് അറിയാറ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യപ്പ ഭക്തി ഗാനങ്ങൾ ഞങ്ങൾ ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കാം, ഞങ്ങൾ തന്നെ പാടുകയും ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ പാടിക്കുമെന്നൊക്കെ പറഞ്ഞു. എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുളയ്യപ്പൻ, എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുളയ്യപ്പൻ, കല്യാണാങ്കൻ കാരുണ്യമയനല്ലൊഴിപ്പോനയ്യപ്പൻ, എല്ലാം അയ്യപ്പൻ, എല്ലാവർക്കും പൊരുളയ്യപ്പൻ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഒരു സിറ്റിങ് വന്നപ്പോഴത്തേന് അപ്പോൾ തങ്കയ്യ പറയാം, ഞാനൊരു ஐடியா சொல்கிறேன், நீங்கள் மியூசிக் டைரக்ஷன் பண்ணுவோம், உங்கள் பேர் ரொம்ப பிரபலமாகும், ஏன்னா நீங்கள் ജയവിജയന്ന് പേര് ഇല്ലയാ. അപ്പം അവിടെ ഈ MPC എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവിടെ വരികയാണ്. അയാൾ ഒരു ചെറിയ കവിയൊക്കെയാണ്, നമ്മളെ പുകഴേന്തിയുടെ അമ്മാവനാണ്. അങ്ങനെ അയാൾ വന്ന് തങ്കയെ കണ്ടുകൊണ്ടിരിക്കുന്നത്, நீங்கள் இப்போ வந்தது ரொம்ப நல்லதாக போச்சு, ஒரு ரெக்கார்டிங் பண்ண போகிறாங்க, അയ്യപ്പ ഭക്തി ഗാനങ്ങൾ എഴുതണം. അപ്പോൾ ആരെ പാടിക്കണം എന്നുള്ള ഒരു ചിന്ത അവിടെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പീലിയിലേക്ക് കൊണ്ട് പാടിക്കാം. അന്ന് യേശുദാസ് കമ്മിങ്ങാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അയാൾ ഇപ്പോൾ ബുക്ക് ചെയ്ത് ഇവർ പാടിക്കത്തില്ല, കാരണം വെച്ചാൽ ഇയാൾ പോപ്പുലറായിട്ടില്ല. അപ്പം പീലിയിലെ കൊണ്ട് പാടിക്കാമെന്നുള്ള തീരുമാനമായി. അന്ന് പിന്നെ പെണ്ണുങ്ങൾ പാടിയൊന്നും ശല്യമായിട്ട് ആരും തോന്നുന്നില്ല. മറ്റേത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പെണ്ണുങ്ങൾ പാടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞൊരു നിയമം പോലെ ഉണ്ടാക്കിയല്ലേ, അതൊക്കെ മാറിപ്പോയി. എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ അയാൾ എഴുതിക്കൊണ്ട് വന്നതാണ് ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. ഈ ഗാനം ട്യൂൺ ചെയ്ത് അത് പീലിയിലെ പഠിപ്പിക്കാനുണ്ട്. പീലിയുടെ വീട്ടിൽ പോയി അവരുടെ വീട്ടിൽ ഇരുന്നവരെ അത് ശരിയായിട്ട് പഠിപ്പിച്ച് അതായിരുന്നല്ലേ ആദ്യത്തെ റെക്കോർഡിങ്. അതാണ് ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ. ചെമ്പൈമൊത്തുള്ള സംഗീത ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി. ചെമ്പയുടെ കൂടെ പഠിക്കണമെന്നുള്ള ആഗ്രഹം നേരത്തെ മുതലുണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പാണ് ബാലമുരളികൃഷ്ണനായിട്ടുള്ള ഒരു സഖ്യം ഏർപ്പെട്ട് അദ്ദേഹം ആന്ധ്രയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നു. പിന്നെ മദ്രാസിൽ അദ്ദേഹം വരുമ്പോൾ ചെമ്പൈ വൈദ്യരുടെ വീടിൻ്റെ അടുത്തായിരുന്നു ബാലമുരളികൃഷ്ണൻ താമസിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ടി വി വാർഷം എന്ന് പറയുന്നു ചെമ്പൈയുടെ പഠിക്കാനും അദ്ദേഹത്തിനോട് കച്ചേരിക്ക് പോയി പാടാനൊക്കെ ഉള്ള സന്ദർഭം വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലമുരളികൃഷ്ണയുടെ കൂടെ നിന്ന് അവിടെ പോയി പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വഴിത്തിരി ഉണ്ടാകുകയാണ്. ഞങ്ങളുടെ ആഗ്രഹവും അതാണ്, അങ്ങനെ ഉണ്ടായിരുന്നു. താമസമെല്ലാം ചെമ്പയുടെ കൂടെ തന്നെയായിരുന്നു. ചെമ്പയുടെ കൂടെ ഒരു ഗൃഹസ്ഥ ശിഷ്യൻ, രണ്ട് തരത്തിലുണ്ട്. ഗൃഹസ്ഥ ശിഷ്യന്മാർ, അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ രണ്ട് തരം ശിഷ്യന്മാരുണ്ട്. അതിൽ ഞങ്ങളെ അദ്ദേഹം വീട്ടിൽ താമസിച്ച് പഠിപ്പിക്കുകയായിരുന്നു, ആര് ബാലമുരളികൃഷ്ണൻ. അപ്പം ഞങ്ങളത് ഗൃഹസ്ഥ ശിഷ്യന്മാരാണ്. പൂമുള്ളി രാമൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി മന, അയാളായിരുന്നു ഒരു പ്രഥമ ശിഷ്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ വേഷമണി എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് അവിടെ, അപ്പോൾ അവർ ശിഷ്യത്തിയായിരുന്നു. പിന്നെ മങ്കുത്തമ്പുരാൻ ചെമ്പൈ നാരായണൻ, പിന്നെ ഗുരുകുല സമ്പ്രദായപ്പടി ശിഷ്യനായിട്ട് ചേരുന്നു. അതുമൊക്കെ ഇവരൊക്കെ പഠിപ്പിച്ചൊക്കെ ഗുരുകുല സമ്പ്രദായമാണ്. പക്ഷേ അവരുടെ കൂടെ ഇപ്പോൾ പീലിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പീലിയിൽ പറയുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ കഥകൾ അറിയാൻ പാടില്ല. ചെമ്പയ്ക്ക് പാടുന്നതിനിടയിൽ ശബ്ദം നഷ്ടപ്പെട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന് ഒരുപാട് കച്ചേരി ഉള്ള കാലത്ത് ഇവരൊക്കെ പാടുന്നത് സാധാരണ നമ്മുടെ ആണുങ്ങൾ പാടുന്ന ശ്രുതിയിലല്ല, 4.5 കെട്ടുക പെണ്ണുങ്ങളെ ശ്രുതിക്കാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെ പാടിപ്പാടി തൊണ്ട കെട്ടിയിട്ട് തൊണ്ട അടച്ചുപോയി. തൊണ്ട അടയ്ക്കുന്നത് ഗുരുവായൂർ വെച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ പരിഭ്രമം തോന്നി. നേരെ കൊടിമരത്തിൻ്റെ അവിടെ പോയി നിന്ന് അദ്ദേഹം ഒന്നുകൂടെ പാടി നോക്കി. അപ്പോൾ അന്നേരം പാടിയത് കരുണ ചെയ്യുവാൻ എന്ത് താമസം കൃഷ്ണ, അതാ പാടിയത്. ഇതിൽ കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, ഇതാണ് പാടിയത്. ഇത് വലിയ അദ്ദേഹം ഏങ്ങലടിച്ചുകൊണ്ട് പാടിയെന്നാണ് കൂടെ ഉണ്ടായിരുന്നത് പറഞ്ഞത്. അങ്ങനെ പാടിക്കഴിഞ്ഞ് അപ്പോൾ പാടി തീരാറായപ്പോഴത്തേന് നമ്മുടെ ഒരു എന്തുണ്ട്, ചെറിയ മഠം നാരായണൻ നമ്പൂരി, വലിയ മഠം നാരായണൻ നമ്പൂരി, വലിയ മഠം നാരായണൻ നമ്പൂരി അപ്പോൾ അവിടെ പുറകിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് പുറകിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, അപ്പോൾ അവർ വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം കേട്ടോ എന്ന് പറഞ്ഞ് തട്ടി. അത് ഗുരുവായൂരപ്പനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പം. അങ്ങനെ ഒരാളെ തട്ടണ്ടേ വന്ന്, അങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ഭാഗവതർ വിഷമിക്കണ്ട, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തോന്നുന്നു. ഉടനെ തന്നെ നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് കാല കയറി ഉളപ്പവണ്ണ ഇല്ലത്ത് പോയി. അവിടെ നിന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു. അങ്ങനെ അവിടെ ചികിത്സിച്ചാണ് ഭേദമാക്കുന്നത്. ഇതെല്ലാം ചെമ്പേ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അദ്ദേഹത്തിൻ്റെ തൊണ്ട കറക്റ്റാണോ എന്ന് അദ്ദേഹത്തിനൊന്ന് മനസ്സിലാക്കണമല്ലോ. അതിനെന്ത് ചെയ്തു, ഒരു മൈക്ക് സെറ്റ് വാങ്ങിച്ചിട്ട് പറഞ്ഞിട്ട് ആ മൈക്ക് സെറ്റ് ഇവരുടെ ഇറയത്ത് വെച്ചു. ഇറയത്ത് വെച്ചാൽ തിണ്ണ വെച്ചിട്ട് അതിൻ്റെ സ്പീക്കർ അതിൻ്റെ എല്ലേ കൊണ്ട് കെട്ടി. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് പാടി നോക്കി നാരായണീയം. പാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം പഴയതിനേക്കാളും വളരെ നന്നായിട്ട് ഇങ്ങോട്ട് തിരിച്ച് കിട്ടി. അപ്പോൾ ഭയങ്കര അങ്ങ് സന്തോഷം കൊണ്ട് കണ്ണുനീരൊക്കെ വന്ന് നമുക്ക് ഉടനെ ഗുരുവായൂർ പോയി കാണുമ്പോൾ അപ്പം തന്നെ ഒരു അംബാസഡർകാരുടെ ഗുരുവായൂർ പോയി അതേ കൊടിമരത്തിൻ്റെ അവിടെ ഒന്ന് ഉറക്കം പാടി. ഇത് നാരായണീയം പാടി, മറ്റേ ഇത് കരുണയുവാനും താമസം കിട്ടെ. അങ്ങനെയാണ് അദ്ദേഹം രണ്ടാമത് ശബ്ദത്തോട് വരുന്നത്. അത് ഞങ്ങളൊക്കെ ചെല്ലുന്നതിന് മുമ്പേ ആയിരുന്നു ഈ സംഭവം, വളരെ കൊല്ലം മുമ്പ്. അത് മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചെമ്പൈ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഈ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ് കംപ്ലീറ്റ്. അത് ബോംബെയിൽ ഇരുന്നാലും ശരി, എവിടെ ഇരുന്നാലും അവരവിടെ ഒന്ന് പാടുന്നുണ്ട് എല്ലാ വർഷവും. കുറഞ്ഞത് ഒരു 2500 പേരേലും
ഈ ചെമ്പൈ സംഗീതോത്സവം ഇപ്പം പാടുന്നുണ്ട്. ചെമ്പൈ സംഗീതോത്സവത്തിൽ മംഗളം പാടി അവസാനിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എപ്പോഴും അങ്ങേക്കാണല്ലോ. ആ സൗഭാഗ്യത്തെ എങ്ങനെ കാണുന്നു? അതായത് ഈ ചെമ്പൈ സംഗീതോത്സവത്തിൽ അവസാനം പാടുന്നത് ചെമ്പൈ ആയിരുന്നല്ലോ. ഇന്നിപ്പോൾ ഞാനാണ് ആ ഭാഗം പാടുന്നത്. അവസാനത്തെ കച്ചേരി എൻ്റെതാണ്. ഞാനാ മംഗളം പാടുന്നത്. ചെമ്പൈയുടെ ശിഷ്യനെന്ന നിലയിൽ എനിക്കാണ് അതിൻ്റെ അവകാശം. അങ്ങ് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തതല്ലേ? അങ്ങയുടെ അനുഭവം വെച്ച് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിന് ഏറ്റവും നല്ല ഓഡിയൻസ് ഉള്ളത് എവിടെയാണ്? ക്ലാസിക്കൽ മ്യൂസിക്കിന് ഏറ്റവും നല്ല ഒരു ഓഡിയൻസ് ഉള്ളത് ഒന്ന് സിംഗപ്പൂരാണ്. സിംഗപ്പൂർ നല്ല ഓഡിയൻസ് ഉണ്ട്. പിന്നെ ഗൾഫാണ്. ഗൾഫിൽ പല സ്ഥലങ്ങളിലും ക്ലാസിക്കൽ മ്യൂസിക് മാത്രം പാടിയാൽ എന്ന് പറഞ്ഞ എത്ര സ്റ്റേ ഉണ്ടെന്ന്. ഭക്തിഗാന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അങ്ങ് എന്തുകൊണ്ടാണ് സിനിമയിൽ കൂടുതൽ വരാതിരുന്നത്? അത് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതരുടെ അടുത്ത് പഠിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ സിനിമയ്ക്കകത്തൊക്കെ പോകുന്നതൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലായിരുന്നു. അതിനിടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം അദ്ദേഹത്തിൻ്റെ കച്ചേരിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിനോട് പഠിക്കുകയൊക്കെ ചെയ്യുന്നതിന് വലിയൊരു അവസരം നമുക്ക് കിട്ടിയിരിക്കുക. അത് പ്രയോജനപ്പെടുത്താതെ നമ്മൾ സിനിമയ്ക്ക് മറ്റുന്നതിനൊക്കെ പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. തമിഴിലെ ഒരു പ്രധാന രചയിതാവായിരുന്നല്ലോ കണ്ണദാസൻ. അദ്ദേഹമൊത്തുള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? ഈ കണ്ണദാസൻ എന്ന് പറയുന്ന ഈ മഹാകവി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ജന്മം തന്നെയാണ്. കാരണം അത് നമ്മൾ മലയാളികൾ വിശ്വസിക്കുന്നില്ല. ഇത്ര കണ്ട് സാഹിത്യബോധമുള്ള ഒരു കവി തമിഴ്നാട്ടിൽ വേറെ ജനിച്ചിട്ടില്ല. അത്ര കണ്ട് ഭാഷയെപ്പറ്റി നല്ല കറക്റ്റായിട്ട് അറിയാവുന്ന ആളായിരുന്നു. ഓരോ പാട്ടും അദ്ദേഹം ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 4 വരി കിട്ടിക്കഴിയും അദ്ദേഹത്തിന്. അത്ര നിപുണനാണ്. ഈ പാദപൂജ എന്നുള്ള പടത്തിലുള്ള ഒരു പാട്ടിന് ട്യൂണിട്ട് വെച്ചിരിക്കുക. അദ്ദേഹം ട്യൂൺ മാത്രം മതി, ഞാൻ പിന്നെ വന്നിട്ട് എഴുതിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞടുങ്ങി പോകും. തമിഴ് കടലാന്ന് കൊണ്ടും പറയാം. നമ്മൾ കടലിനോട് ഭൂമിക്ക് അത്ര കണ്ട് തമിഴ് സാഹിത്യത്തിലെ നിപുണനാണ് ഈ നമ്മുടെ കവിஞர் കണ്ണദാസൻ. മലയാളത്തിലും തമിഴിലും പ്രവർത്തിച്ച ആളെന്ന നിലയിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മലയാളം ഇതുമായിട്ടുള്ള വളരെ വ്യത്യാസമുണ്ട്. കാരണം മലയാളത്തിൽ വരുന്ന പാട്ടുകളെല്ലാം മെലഡി തഴിക്കുക, മെലഡിയോടുകൂടിയുള്ള പാട്ടുകളാണ് മിക്കവാറും. മറ്റൊന്നെന്ന് വെച്ചാൽ തമിഴെന്ന് പറയുന്ന ഒരു ഡപ്പാങ്കുത്തുന്ന സ്റ്റൈൽ എന്നൊക്കെ പറയല്ലേ. ചില പാട്ടുകളെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു നല്ല പാട്ടായിട്ട് സങ്കല്പിക്കാനൊക്കെ തോന്നും. മറ്റുള്ളതൊക്കെ ഒരു ഫാസ്റ്റ് ടെമ്പോയുള്ള പാട്ടുകളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഡപ്പാങ്കുത്തുന്നൊക്കെ അവിടെ പറയുന്നതിന് പേര്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലും വരുന്നത്. ഈ പാട്ടൊക്കെ ഇവർ വളരെ അനായാസം എഴുതും. പിന്നെ കവിஞர் മുത്തുലിംഗം ഉണ്ടായിരുന്നു, അയാളും ഇതുപോലെ പാട്ടെഴുതുന്ന ആളായിരുന്നു. അങ്ങേരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് പടങ്ങളിൽ. ശ്രീകോവിൽ നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു, ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ. ഇത് വരാൻ കാരണം തന്നെ ഈ പാട്ടുകളെല്ലാം ഞങ്ങൾ അവരെ കൊണ്ടൊക്കെ പാടിച്ചു. ആദ്യം പീലിയിലെ പാടി, അത് കഴിഞ്ഞ് ജയചന്ദ്രൻ പാടി, അത് കഴിഞ്ഞ് യേശുദാസ് പാടി. ഇങ്ങനെ ഇവരെല്ലാം പാടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് തങ്കയ്യ തന്നെ പറഞ്ഞു, ഇനിയുള്ള പാട്ടുകൾ നിങ്ങൾ തന്നെ പാടിയാൽ മതി. കുറേ കൂടെ ഭക്തി ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ജയവിജയ തന്നെ അടുത്ത ആൽബം തൊട്ട് പാടാൻ പറഞ്ഞു. അന്നേരം ഈ ഇസൈത്തെട്ടാണ് ഗ്രാമഫോൺ റെക്കോർഡ്. അങ്ങനെ ആണ് ശ്രീകോവിൽ നട തുറന്നു പാടാൻ സാധിച്ചത്. ഗുരുവായൂരപ്പനെ കുറിച്ച് അങ്ങ് ചെയ്ത മയിൽപ്പീലി എന്ന ആൽബം ഏറെ ശ്രദ്ധിക്കപ്പെട്ടല്ലോ. മയിൽപ്പീലി എന്ന് പറയുന്ന അനിയൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി ആലോചന വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു AAR ഒരു റെക്കോർഡിങ്ങിന് വന്നു. അനിയൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പാടാൻ പോവുക ഒരു കച്ചേരി. ആ കച്ചേരി പാടാൻ പോയപ്പോഴത്തേന് അത് റെക്കോർഡ് ചെയ്തു. രണ്ടുപേരുടെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചിരുന്ന ഏതായാലും യേശുദാസ് അനിയൻ്റെ മരണത്തിനൊന്നും വന്നില്ല, അദ്ദേഹം ഇവിടെ ഇപ്പോൾ ഉണ്ടെന്ന് ആരോ പറഞ്ഞു, അവിടെ വരെ പോയി കണ്ടേക്കാമെന്ന് പറഞ്ഞു. അവിടെ കാണാൻ പോയപ്പോൾ യേശുദാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെ ഒരുപാട് തരം വർത്തമാനം പറഞ്ഞു. അപ്പോൾ യേശുദാസ് തന്നെ ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും ഒരു ഗുരുവായൂർ അപ്പൻ ഭക്തിഗാനങ്ങൾ എടുക്കാം, ജയ മ്യൂസിക് ഞാൻ ഉടനെ പാടിയേക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ അടുത്താണ് കുക്കിലിയാർ ഗാർഡൻ. അപ്പോൾ കുക്കിലിയാർ ഗാർഡനിൽ അന്ന് രമേശൻ നായർ താമസിക്കുക. അപ്പോൾ ഓടി അവിടെ പോയി രമേശൻ നായരെ കണ്ട് ഉടൻ തന്നെ പാട്ടെഴുതുന്നു. ഉടൻ തന്നെ എഴുതി നിങ്ങൾ ട്യൂൺ ചെയ്തിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി പാട്ട്
അദ്ദേഹം പറഞ്ഞ സമയം നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. സഹോദരന്റെ വേർപാട് പിന്നീട് സംഗീത ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇതിനെന്താണെന്നറിയോ, ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചതായതുകൊണ്ടേ എല്ലാം ഒരേ രീതിയിലാണ് ഞങ്ങളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ. ഒരാളൊരു ഷർട്ടിട്ടാൽ അതേ കളറിൽ അതേ അങ്ങനെയുള്ള ഷർട്ടായിരുന്നു. അത് മുണ്ടാണെങ്കിൽ അതിൻ്റെ കര കറുത്താണ്, മറ്റേ പുള്ളിയും കറുത്ത്, അങ്ങനെ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വളർച്ച മുഴുവനും ഞങ്ങൾ സംഗീതം പഠിക്കുന്നു എല്ലാം ഒരുപോലെയായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പഠിച്ച് ഓടിച്ച് ഇവരുടെ കൂടെ എല്ലാം പഠിച്ച് പാട്ടിഷ്ടം പോലെ കച്ചേരിയെല്ലാം നടന്നപ്പോൾ ഒരാൾ പെട്ടെന്ന് മരിക്കുകയാണ്. പെട്ടെന്ന് മരിക്കുമ്പോൾ പിന്നെ അപ്പോൾ നമ്മുടെ ഒരു വലത് കൈ തീരെ അറ്റുപോയ പോലത്തെ ഒരു ഫീലിംഗാണ് പിന്നെ ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പാടി ശീലിച്ചിട്ടുമില്ല, മറ്റേ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് പാടുകയില്ല. അപ്പം ഈ ഡബിൾ പാടുമ്പോഴത്തേന് ഒരാൾ ഹെൽപ്പിനായിട്ട് പെട്ടെന്ന് എടുത്തോളുമല്ലോ. ഒരു പല്ലവി കഴിഞ്ഞ ഉടനെ അനുപല്ലവി ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അനുപല്ലവി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ ബലം കിട്ടിയില്ല, മറ്റേ പുള്ളിയും കൂടെ ഒരുമിച്ചായിട്ട് എടുക്കുന്നത്. എന്നാലും വളരെ കെയർഫുള്ളായിട്ട് അത് കൈകാര്യം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ബാലൻസിങ് പിന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. അനിയൻ മരിച്ചതിന് ശേഷം ഞാൻ ആലാവ് എന്നുള്ള തിയേറ്ററിൽ റെക്കോർഡിങ്ങിന് പോയി. എൻ്റെ സ്വന്തം കാശ് അന്ന് അങ്ങനെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് ഇരുന്നുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലാല് പറഞ്ഞു നമുക്കൊരു പരീക്ഷണം ചെയ്യാം, അനിയൻ്റെ വോയിസ് കൂടെ ജയൻ തന്നെ പാടും, ഞാനത് കമ്പ്യൂട്ടറിൽ ശരിയാക്കി എടുക്കാമെന്ന്. അങ്ങനെ ലാലാണ് ഇതിൻ്റെ ഉപദേശക്കാരൻ. അങ്ങനെ ലാല് പറഞ്ഞു പാടിക്കോളം പറഞ്ഞു. അങ്ങനെ 2 ട്രാക്ക് പാടി. ഒരു ട്രാക്ക് എടുത്ത് മിക്സ് ചെയ്യല്ല, രണ്ടും രണ്ടായിട്ട് പാടണം. അങ്ങനെ രണ്ടും രണ്ടായിട്ട് പാടി മിക്സ് ചെയ്തപ്പോഴത്തേന് ഞങ്ങൾ പണ്ട് മൂണോയി പാടിയ അതേ സൗണ്ട് കിട്ടി. അപ്പോൾ അതൊരു കൊള്ളാമല്ലോ എന്ന് നമുക്ക് മനസ്സിൽ തോന്നി. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് കേട്ട് എല്ലാവരും വാസ്തുവിൽ എല്ലാവരും കണ്ണു നനഞ്ഞു. കാരണം അനിയൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ അവർക്ക് തോന്നുന്നു. എന്തു ചൊല്ലി നിന്നെ വാഴ്ത്തുമയ്യപ്പ, വാഴ്ത്തിടാതിരിക്കുവാനും വയ്യപ്പ അയ്യപ്പ. എന്തു ചൊല്ലി നിന്നെ വാഴ്ത്തുമയ്യപ്പ, വാഴ്ത്തിടാതിരിക്കുവാനും വയ്യപ്പ അയ്യപ്പ. മാമലയിൽ മാത്രമല്ല അയ്യപ്പ, ഇടയ്ക്ക് കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ അങ്ങയുടെ ഒരു പരിപാടിക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നല്ലോ, എന്തായിരുന്നു അത്? അത് എന്താന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ട് ജനം കൂടിയിട്ടുണ്ട്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തുള്ള വേറൊരു അമ്പലം അടുത്ത തന്നെ. അപ്പോൾ അവിടെ കച്ചേരിക്ക് ക്ഷണിച്ചു, അവിടെ പോയി നല്ലോണം പാടി. അവസാനം മംഗളം പാടുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്ന ഓഡിയൻസ് മുഴുവനും പെണ്ണുങ്ങളും ആണുങ്ങളും മാത്രമേ കൂടുതൽ, കൊച്ചു കുട്ടികൾ ആരും കാണുന്നില്ല, ഒരുപാട് പേരില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾ എല്ലാവരും ഉണ്ടല്ലോ, അവരെ ആരും നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അപ്പോൾ അവരെല്ലാം മൗനത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെക്കൂടെ നിങ്ങൾ കൊണ്ടുവരണ്ടായിരുന്നു, കാരണം നമ്മുടെ അമ്പലങ്ങളാണ്, ആ അമ്പലങ്ങളെപ്പറ്റി മനസ്സിലാക്കുക, അമ്പലത്തിൽ വരണ്ടേ, ആ കുട്ടികളുടെ മനസ്സിൽ അമ്പലം എന്താണെന്നും അവിടെയുള്ള പൂജയ്ക്ക് വെച്ചിരിക്കുന്ന ബിംബം ഏതാണെന്നും ഏത് ഭഗവാനാണെന്നും ഒക്കെ മനസ്സിലാക്കണം, ഇവിടെ വരണം. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞു അതുമല്ല, നമ്മുടെ രാജ്യം ഹിന്ദു രാജ്യമാണ്. ഈ ഹിന്ദു രാജ്യത്തിൽ നമുക്ക് മാത്രം ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങൾ. അപ്പം നമ്മളല്ലേ അവിടെ വരേണ്ടത്? നമ്മൾ സ്ത്രീകൾ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ നമ്മൾ അമ്പലത്തിൽ വരണം, അതിൻ്റെ കൂടെ കുട്ടികളെ കൊണ്ടുവരണം, അവരെ പറഞ്ഞ് ഇതെല്ലാം മനസ്സിലാക്കണം. അതോടെ നമ്മളെ പുരാണ ഗ്രന്ഥങ്ങളെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ വരണം, അതിനെപ്പറ്റിയുള്ള ഇതൊക്കെ കാണും, സപ്താഹമോ എന്നൊക്കെ കാണും, അതൊക്കെ കേൾക്കണം, അങ്ങനെ വരണം. അങ്ങന്നാലേ ഹിന്ദു ആകുള്ളൂ എന്ന് ഞാൻ പറയും. തന്നെയല്ല നമ്മുടെ പ്രാസംഗികന്മാരെല്ലാം പ്രധാനമന്ത്രി വരെ അവസാനം പറയുന്നത് ജയ് ഹിന്ദ് എന്നാണ്, ആണോ? അപ്പോൾ ഇവിടെ ഹിന്ദു രാജ്യം ഇത് കുറേ പേർക്ക് പിടിച്ചില്ല. അതുകൊണ്ട് താങ്കളുടെ സംഗീത ജീവിതത്തിലെയും വ്യക്തി ജീവിതത്തിലെയും ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നല്ലോ ഈസ്റ്റ് കോസ്റ്റുമായുള്ള ബന്ധം. എൻ്റെ മരണശേഷം ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള ഒരാലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പാട്ട് കച്ചേരി തന്നെ ചെയ്യണോ, അതോ വേറെ എന്തെങ്കിലും റെക്കോർഡിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോട് നീങ്ങണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ ചിന്തിച്ചപ്പം എനിക്കൊരാശയം കിട്ടി. കാരണം പഴയ പാട്ടുകളെല്ലാം ഒന്നുകൂടെ പാടുക. അപ്പോൾ പണ്ടത് മോണോ റെക്കോർഡിങ് ആയിട്ടാണ് HMV ഒക്കെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷേ റെക്കോർഡിങ് നല്ലതാണ്, വോയിസിൻ്റെ ഒക്കെ ചില പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ ഒന്ന് റെക്കോർഡ് ചെയ്താൽ നമുക്ക് നല്ല ഒരു ആൽബം എടുക്കാമെന്നുള്ള ഒരു തീരുമാനമായി. അങ്ങനെ ആലാപി പോയി മറ്റേ നമ്മുടെ ലാലിനെ കാണുന്നു, അത് റെക്കോർഡിങ് തീയതി ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അന്ന് ഞങ്ങളെടുത്ത പാട്ടുകളെല്ലാം ശ്രീകോവിൽ നട തുറന്നു,
എല്ലാം അയ്യപ്പൻ, വിഷ്ണുമായി പിറന്ന, ഇങ്ങനെയുള്ള വളരെ പ്രസിദ്ധങ്ങളാക്കിയ പാട്ടുകൾ ഞങ്ങളവിടെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൽ വായിച്ചിരിക്കുന്ന പക്കവാദ്യം മുഴുവനും എൻ്റെ കച്ചേരികൾ വായിക്കുന്ന സംഗീത ആ പക്കവാദ്യം തന്നെയാണ് അവരെ കൊണ്ട് വായിപ്പിച്ചത്. അപ്പോൾ അവർക്ക് അതിൻ്റെ വായിക്കേണ്ട സെറ്റപ്പ് ഒന്നും വേണ്ടെന്ന് പറയും. നമുക്ക് വെറുതെ ഈ കച്ചേരിയുടെ ഇതുപോലെ തന്നെ നമ്മൾ മേളമൊക്കെ അടിച്ചിട്ട് നിർത്തുക, ഉടനെ പാട്ട് തുടങ്ങണം. അപ്പോൾ ചെറിയ ചില ഭാഗ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ആ വയലിനെ കൊണ്ട്, അതൊക്കെ വിഷ്ണുമായുടെ ഇതിനൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാണ് ഈശുകോശുമായിട്ട് ബന്ധപ്പെടുകയും ആ റെക്കോർഡ് ഈശുകോശ് കേൾക്കുകയും അതായത് നമ്മുടെ ഈശുകോശ് വിജയം കേൾക്കുകയും അദ്ദേഹം അത് വളരെ തൃപ്തിയോട് തന്നെ ഞാനത് റിലീസ് ചെയ്യോളം പറഞ്ഞ് വാങ്ങിക്കുകയുണ്ട്. അങ്ങനെ ആ റെക്കോർഡ് ആദ്യം നമ്മൾ ചെയ്തത് വാങ്ങിച്ചത് ഈശുകോശ് വിജയനാണ്. അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. ആ മാറ്റം പിന്നെയുള്ള ഓരോരോ തിരുവാഭരണം എന്നതിന് പേരിട്ടാണ് ഇറക്കിയത്. തിരുവാഭരണം 1, തിരുവാഭരണം 2, 3, ഇന്നിപ്പം തിരുവാഭരണം 13ാമത്തെ ഒരു CD ആയിട്ട് നിൽക്കുകയാണ്. അതിനകത്തിപ്പം നമുക്ക് 130 പാട്ട് ആയിട്ടുണ്ട്. ഇതെല്ലാം ഈസ്റ്റ് കോസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ ഒരു സഹായമാണ്. അങ്ങനെ ഒരു സഹായം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഞാനെന്ന ജയനുണ്ടായിരിക്കുമെന്ന് എനിക്ക് സംശയം. കാരണം എന്ന് വെച്ചാൽ പ്രോഗ്രസ് ആരെങ്കിലും തന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അതിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിൽക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ശാന്തസ്വരൂപനോ എല്ലാത്തിനും ഒരു മടിയുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങ് സംഗീതം നൽകിയ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കൂടുതലും രചിച്ചത് സന്തോഷ് വർമ്മയാണല്ലോ. അദ്ദേഹത്തിന്റെ രചനയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ആദ്യത്തെ സംരംഭം കഴിഞ്ഞപ്പോഴത്തെ ആദ്യത്തെ സംരംഭം മുഴുവനും അതിനകത്ത് പഴയ പാട്ടുകൾ തന്നെ വീണ്ടും പാടുകയായിരുന്നു. അപ്പോൾ പഴയ പാട്ടുകൾ വീണ്ടും പാടിയപ്പോഴത്തേന് അത് എഴുതിയവർക്കും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്കൊക്കെ എന്തോ തെറ്റിദ്ധാരണ അവർ കേസ് കൊടുക്കാനൊക്കെ മുതിരുന്നതായിട്ടുള്ള ഒരു അറിവ് കിട്ടിയപ്പോഴത്തേന് ഈസ്റ്റോസ് അത് മാറ്റിയിട്ട് നമ്മുടെ സന്തോഷ് വർമ്മയെ കൊണ്ട് പാട്ട് വീണ്ടും വേറെ പാട്ട് എഴുതി ട്യൂൺ ചെയ്തിട്ടുള്ള ആൽബങ്ങളായിട്ട് ഇറക്കി. അത് കഴിഞ്ഞ് പിന്നെ 13ാമത്തെ കാസറ്റ് വരെ സന്തോഷ് വർമ്മയായിരുന്നു അതിൻ്റെ കൈകാര്യം ചെയ്തത്. സാഹിത്യ രചന, ഞാൻ അതിൻ്റെ ട്യൂണിങ് ഞാൻ തന്നെ പാടുന്നു. അനിയൻ്റെ വോയിസ് കൂടെ ഞാൻ പാടിയിട്ട് മിക്സ് ചെയ്താണ് എല്ലാ കാസറ്റും ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ പമ്പയിലൊക്കെ ആദ്യം ചോദിക്കുന്നത് തിരുവാഭരണം വന്നിട്ടുണ്ടോന്നാണ്. അത് വാസ്തവത്തിൽ ഈസ്റ്റ് കോസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ പബ്ലിസിറ്റിയിൽ നിന്നാണ് ആ ഒരു അനുഭവം നമുക്ക് കിട്ടിയത്. കാരണം എല്ലാ മാധ്യമങ്ങളിലൂടെയൊക്കെ അതിൻ്റെ ഇതുണ്ടായിരുന്നു, പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൽ അതിന് പ്രത്യേകം പബ്ലിസിറ്റി ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ CD-യുടെ ഒരു വലിയ നന്മയ്ക്ക് കാരണമായിട്ടുണ്ട്. അയ്യപ്പ എനിക്കുള്ളത് വിഴുന്നു മാത്രം, എന്തു വന്നാലും കഥനങ്ങൾ വന്നാലും പതനങ്ങൾ വന്നാലും കഥനങ്ങൾ വന്നാലും പതനങ്ങൾ വന്നാലും കൈപിടിച്ചെന്നെ നയിക്കാൻ, കൈപിടിച്ചെന്നെ നയിക്കാൻ. രചനയിൽ ഒരുപാട് വൈവിധ്യമുള്ള ആൽബമാണല്ലോ തിരുവാഭരണം. അതിലൊരു കാര്യം ഞാൻ പറയാം, അത് സന്തോഷ് വർമ്മയുടെ ലിറിക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇപ്പോൾ എഴുതുന്ന സാധാരണ ഇപ്പോൾ ഒരു ഭക്തഗാനം എഴുതുമ്പോൾ ചുമ്മാ സ്വാമി അയ്യപ്പ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് വെറുതെ എഴുതി പോകുന്ന ഒരു മട്ടില്ല പണ്ടൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല ചിന്തകളോടുകൂടിയുള്ള പാട്ടുകളാണിപ്പം നമ്മുടെ വർമ്മ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഗുണമുണ്ട്. കാരണം അതിൻ്റെ പല്ലവി തന്നെ നമുക്ക് ഹിറ്റാകും. പല്ലവി ഹിറ്റായെങ്കിൽ മാത്രമേ ഒരു പാട്ട് ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ വരാൻ കാരണം സന്തോഷ് വർമ്മയുടെ വ്യത്യസ്തമായ ചിന്തയാണ്. ശബരിമലയിലെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റി നമ്മളെടുത്ത് അതും പാട്ടാക്കുന്നുണ്ട്. പമ്പയെ മലിനമാക്കുന്ന അവസ്ഥ, കാട് മുഴുവൻ ചീത്തയാക്കുന്ന അവസ്ഥ, വെറുതെ എവിടെയെങ്കിലും കൊണ്ട് പുതുക്കിട്ടെറിയുക, ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ശബരിമല നടക്കുക. അങ്ങനെ ആ മലിനമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി വരെ പാട്ടുണ്ടാക്കിയിട്ട് നമ്മൾ ആ പാട്ട് ഹിറ്റാക്കിയിട്ടുണ്ട്. അതെ, ശബരിമലയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം വെച്ചാൽ അവിടെ മതമില്ല. നമ്മൾ സഹകരിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അവർക്ക് മതത്തോടുകൂടിയല്ല അവിടെ പള്ളിയിൽ നിന്നിരിക്കുന്നുണ്ടെങ്കിലും അയ്യപ്പന്മാർ അവിടെ കയറി വഴിപാടുകൾ നടത്തി ശരണഘോഷങ്ങൾ വിളിച്ചിട്ട് മാത്രമേ നമ്മുടെ അമ്പലത്തോട്ട് പോകുന്നുള്ളൂ. എരുമേലി അമ്പലത്തിൽ അവർ പേട്ട തുള്ളുന്ന ഈ മുഹമ്മദ് പള്ളിയിൽ കയറി അവിടുത്തെ ആചാരങ്ങളും വെടിവെപ്പൊക്കെ നടത്തിയിട്ട് അവിടുന്ന് തുള്ളലോടുകൂടിയാണ് അയ്യപ്പ ക്ഷേത്രത്തോട്ട് പോകുക. അപ്പോൾ അത്ര കണ്ട് അവിടെ വിശ്വാസമാണ്, ദൈവവിശ്വാസത്തിൻ്റെ.
രണ്ട് മതങ്ങൾ ഒന്നിക്കുന്ന ഒരേ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ എരുമേലിയാണ്. ശബരിമല എരുമേലി എന്നാണ് തുടക്കം. അയ്യനു തുണയായിരവും പകലും കൂടെ നടന്നൊരു മുസൽമാനെ, അയ്യനു തുണയായി ഇരവും പകലും കൂടെ നടന്നൊരു മുസൽമാനെ, സകലവരെയും ഒന്നായി കാണും നല്ല മനസ്സിൽ ഉടയോരെ, വാവരു സ്വാമി പെരിയോരെ. അപ്പോൾ ഇത് സമുദായ ഐക്യത്തിനും സമുദായങ്ങളെ ഒന്നു ചേർക്കുന്നതിനും അവർ തമ്മിലുള്ള അന്യോന്യത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഈ അയ്യപ്പ സന്നിധാനത്തിൽ നിന്നാണ് അത് വാസ്തവത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ജനമനസ്സുകളിൽ തന്നെ ഈ മതവികാരം ഇളക്കി വിടാതെ അയ്യപ്പനും വാവരും ഒന്നാന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരേ അമ്പലം വാസ്തവത്തിൽ എരുമേലി അമ്പലമാണ്. അതുപോലെ ശബരിമല സന്നിധാനം ആർക്ക് വേണേലും അടുത്ത് നിൽക്കുന്ന കോടീശ്വരനാണെങ്കിലും അവൻ വളരെ പാവപ്പെട്ടനാണല്ലോ, ഒന്ന് ഒരുമിച്ചിരുന്ന് തൊഴാം. ഭഗവാനു മതമില്ല ജാതിയുമില്ലെന്നാലും മതജാതി നാടു ഭരിക്കുന്നു ഇവിടെ, മതജാതി നാടു ഭരിക്കുന്നു. വാവരും അവിടുന്നും കാട്ടിയ നന്മകൾ കാണാതെ കണ്ണുകൾ പൂട്ടുന്നു, കാണാതെ കണ്ണുകൾ പൂട്ടുന്നു. അയ്യപ്പ ഭക്തിഗാന രംഗത്ത് ചരിത്രമായി മാറിയ ആൽബമാണല്ലോ തിരുവാഭരണം. ഈ പേര് എങ്ങനെയാണ് കിട്ടിയത്? തിരുവാഭരണം എന്ന് പേരിട്ടത് ഈസ്റ്റോസ് വിജയൻ തന്നെയാണ്, ഉറപ്പാണ്. അത് കാരണം എന്താ വെച്ചാൽ എനിക്കത് ഞാൻ വരുമ്പോൾ ഒരു ആൽബം കൊണ്ടുവന്നിട്ടുള്ളൂ, അതിനെ പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ തിരുവാഭരണം ആപ്റ്റായി, അതങ്ങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ഈസ്റ്റ് കോസ്റ്റിനാണ്. ഈസ്റ്റ് കോസ്റ്റ് പോലെ തന്നെ അതിൻ്റെ സാരഥിയായ ഈസ്റ്റ് കോസ്റ്റ് വിജയനുമായി അങ്ങേക്കുള്ള ബന്ധം എങ്ങനെയാണ്? പലരുടെയും ഒരു വലിയ സഹായത്തിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ വളർന്നിപ്പോൾ നിൽക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സഹായം ചെയ്തത് ഈസ്റ്റ് കോസ്റ്റ് വിജയനാണ്. കാരണം ഒരു പരമ്പരയായിട്ട് ഇങ്ങനെ ഇറക്കിയത് അദ്ദേഹം മാത്രമേ ഉള്ളൂ. ബാക്കി SML റെക്കോർഡിങ് പോയാൽ അവർ സബ്ജക്റ്റ് റെക്കോർഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, അത് പിന്നെ അത് എടുക്കുന്നില്ല. പക്ഷേ ഇത് തിരുവാഭരണം എന്ന് പേരിട്ട് 1 മുതൽ 13 വരെ ഇപ്പോൾ നമ്മളതിൻ്റെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇനി ഒരു പുനർജന്മം ഉണ്ടായാൽ ആരായി ജീവിക്കണമെന്നാണ് അങ്ങേക്ക് ആഗ്രഹം? വാസ്തവത്തിൽ പുനർജന്മം ഉണ്ടെങ്കിൽ ചെമ്പയൊന്നും ഉണ്ടായിരിക്കുമെങ്കിൽ ചെമ്പയുടെ ശിഷ്യനായിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ട് കച്ചേരികളിൽ പ്രവർത്തിക്കുന്നതിന് സന്തോഷമാണ്. പാടിയതൊരു കോടി പാടിയതൊരു കോടി അയ്യപ്പ ഗാനങ്ങൾ പാടത്തതിനിയുണ്ടത് എത്ര കോടി. പാടിയന്റെ പാട്ടുകളൊക്കെയോ അയ്യപ്പൻ വാടമലരുകളാക്കേണമേ സ്വാമി, തിരുവാഭരണങ്ങളാക്കേണമേ. അയ്യപ്പ ഗാനത്തിൻ വരികളിലെന്ന്